ഹലോ, വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷം? നമുക്കിന്ന് വേഗത്തിലൊരു കറി ഉണ്ടാക്കിയാലോ? ഒരു 10 മിനിറ്റ് മതിയാവും. നാടൊട്ടുക്ക് മാങ്ങാക്കാലമായതുകൊണ്ട് തന്നെ എല്ലാ വീട്ടിലും ഉണ്ടാവും മാങ്ങ. ഒന്നെങ്കിൽ വാങ്ങിക്കുക, അല്ലെങ്കിൽ തൊടിയിൽ നിന്ന് പറിച്ചുകൊണ്ട് വരിക, ഇങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ ഞാനും വാങ്ങിച്ചു വെച്ചിരുന്നു. പക്ഷേ അത് അച്ചാറിടാൻ വാങ്ങിയതാണ്. പക്ഷേ ഇങ്ങനെ ഒരു കാര്യമാണ് കേട്ടോ, അത് മുഴുവൻ എന്താ പറയുക, വല്ലാണ്ട് വാടിപ്പോയി. അച്ചാറിടാനായിട്ട് ഒത്തുമില്ല. അപ്പോൾ അതിനെ ഒന്ന് കറി വെച്ചാലൊന്ന് നോക്കി, വേറെ പ്രത്യേകിച്ച് നോക്കിയപ്പോൾ എന്നും തന്നെ പിന്നെ വെക്കുന്നത് തന്നെയല്ലേ വെക്കുക. അതുകൊണ്ട് തന്നെ നമുക്കിന്നൊരു അടിപൊളി പച്ച മാങ്ങാക്കറി സാധാ രീതിയിൽ വെക്കാം കേട്ടോ. സാധാരണ എല്ലാവരും എന്താ പറയുക, അങ്കമാലി മാങ്ങാക്കറി അങ്കമാലിക്കാരുടെ സ്പെഷ്യലാണ്. പക്ഷേ ഇതൊന്നും അല്ല കേട്ടോ, ഇത് എൻ്റെ സ്വന്തം സ്പെഷ്യലായിട്ട് ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കുന്നത്. സാധാരണ ഇങ്ങനെ വെക്കാറുണ്ടാവും എല്ലാവരും തന്നെ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ മാങ്ങ ഒന്ന് അരിഞ്ഞ് കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് കറിവേപ്പില, ഫ്രഷ് ആണെങ്കിൽ ബെറ്ററാണ്. നമ്മളിത് പറിച്ച് വെക്കുന്നതാണ്, അതുകൊണ്ട് ഫ്രഷായിട്ട് കിട്ടണം എന്നില്ലാട്ട് ഇത്ര വാടിപ്പോയി. പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കൊന്ന് വേവിക്കാനായിട്ട് അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ. ഒരുപാട് തീയൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ വെന്തും കിട്ടും. ഈ മാങ്ങ വേവുന്ന സമയം മതി നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാനായിട്ട്. അതുകൊണ്ട് ഞാനൊരു അരമുറിയോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ആ തേങ്ങ നമ്മുടെ മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കല്ലിൽ അരയ്ക്കുന്നവർക്കെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകം, പിന്നെ നമ്മുടെ എന്താ പറയുക, ഉണക്ക കാന്താരി എടുത്തിരിക്കുന്നത്. പച്ച കാന്താരി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. എനിക്കിപ്പോൾ എൻ്റെ ഉണക്ക കാന്താരി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് മാത്രമേ ഉള്ളൂ. കുറച്ച് ഇഞ്ചി, ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങ നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കറി ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. അതും ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുത്തോളുക. കാരണം മാങ്ങയല്ലേ, തൊലി ചെത്തിയിട്ട് എടുത്തിരിക്കുന്ന ആകുമ്പോൾ അധികം ഒന്നും വേവാനൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്താൽ അത് സംഭവം ഇതാ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ്, എന്താ പറയുക, തേങ്ങയൊക്കെ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തോളുക. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം, അല്ലെ കറി കുറുകിയിരിക്കുമല്ലോ. അതുകൊണ്ട് കുറച്ച് വെള്ളം, അത് ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചും കൊടുത്താൽ മതി. തിളപ്പിച്ചാറ്റിയ വെള്ളമാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. കറിക്ക് എപ്പോഴും നമ്മൾ ചേർക്കുന്നത് തണുത്ത വെള്ളത്തിനേക്കാൾ നല്ലത് ചെറിയ ചൂടുവെള്ളമോ തിളപ്പിച്ച വെള്ളം ചേർക്കുന്നതാട്ടോ നല്ലത്. അപ്പോൾ അതിന് ഇനി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് നല്ല പുളിയുള്ള മാങ്ങയായിരുന്നേ, അതുകൊണ്ട് തന്നെ ഒരു ഇത്തിരി ശർക്കരയും കൂടെ ചേർത്തിട്ടുണ്ട്. ശർക്കരയോ പഞ്ചസാരയോ അതിപ്പോൾ അവനവൻ്റെ ഇഷ്ടം. ഭയങ്കര പുളിയാകുമ്പോൾ നമുക്ക് എന്താ പറയുക, വല്ലാണ്ടങ്ങ് നമ്മൾ ചോറുണ്ണുന്ന സമയത്ത് നമ്മൾ പുളിച്ച് കയറി വരില്ലേ. അപ്പോൾ അത് വേണ്ട, നമുക്ക് ഇത്തിരി ഒരു ശർക്കരയോ മധുരമോ ചേർക്കുന്നത് ഇച്ചിരി ബെറ്റർ ആയിരിക്കും. അപ്പോൾ അതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിനാവശ്യം കടുക് പൊട്ടിച്ച് കൊടുക്കാം. അതിനായിട്ട് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇത്തിരി ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പോയിട്ട് നമ്മുടെ എന്താ പറയുക, വറ്റൽമുളക്, കറിവേപ്പില, നമ്മുടെ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാനുണ്ടെങ്കിൽ കടുക് പൊട്ടിക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കുന്നെങ്കിൽ നല്ലതാണ്. ഞങ്ങൾക്ക് ഇവിടെ കിട്ടാനില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഇതാ നമ്മുടെ കറിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ലെന്നേ, അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി സെറ്റാക്കിയിട്ട് ഇത്തിരി ചോറും എടുത്തങ്ങോട്ട് ഞം ഞം എന്നുണ്ട മാത്രം മതി. അപ്പോൾ വേഗത്തിലായില്ലേ, 10 മിനിറ്റ് മാത്രം മതി. അടിപൊളിയായിട്ടുണ്ട്, ടേസ്റ്റിയാണ്. എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മാങ്ങാക്കാലം ഉള്ള സമയത്തല്ലേ, മാങ്ങയൊക്കെ ഉള്ള സമയത്തല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതും കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിത് വല്ലതും ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും, പിന്നെ കുറച്ച് കമൻസും, പിന്നെ ഷെയറും, പിന്നെ സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പം ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ കാണണം. ടാറ്റാ, ബൈ ബൈ.